Today I am going to deal with the respiratory muscles. The muscles responsible for breathing, that is inspiration and expiration. ഫസ്റ്റ് നമുക്ക് കാണാൻ പോകുന്നത് പ്രൈമറി മസിൽസ് ഇൻസ്പിരേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡയഫ്രം. അതാണ് ചീഫ് മസിൽസ് ഓഫ് റെസ്പിറേഷൻ എന്നറിയപ്പെടുന്നത്. അത് ഒരുപാട് തവണ PSC എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എലിവേറ്റ് ദ റിബ്സ് ആൻഡ് എക്സ്പാൻഡ് ദ തൊറാക്സിക് ക്യാവിറ്റി. അതുപോലെ ഇൻസ്പിരേഷൻ്റെ ആക്സസറി മസിൽസ് ആണ് സ്റ്റേനോക്ലീഡോമാസ്റ്റോയിഡ്, സ്കെയിലിൻസ്, പെക്ടോറാലിസ് മൈനർ, വിച്ച് ഹെൽപ്പ് ടു ആക്ട് ഡ്യൂറിങ് ദ ഡീപ്പ് ഓർ ലേബേർഡ് ഇൻസ്പിരേഷൻ. ഇതാണ് ഇൻസ്പിരേറ്ററി മസിൽസ്. ഇത് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഡയഫ്രമാണ് ചീഫ് മസിൽ ഓഫ് റെസ്പിറേഷൻ. അതുപോലെ ആക്സസറി മസിൽസ് ആണ് സ്റ്റേനോക്ലീഡോമാസ്റ്റോയിഡ്സ്, സ്കെയിൽസ്, പെക്ടോറാലിസ് മൈനർ എക്സെട്ര. ദെൻ ദ മസിൽസ് ഓഫ് ദ ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസും അബ്ഡോമിനൽ മസിൽസും കൂടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതിൽ അബ്ഡോമിനൽ മസിൽസാണ് റെക്ടസ് അബ്ഡോമിനസും എക്സ്റ്റേണൽ ഒബ്ലിക്, ഇൻറ്റേർണൽ ഒബ്ലിക്, ട്രാൻസ്വേഴ്സ് അബ്ഡോമിനസ്. ഇത് ഹെൽപ്പ് ചെയ്യുന്നത് ആക്റ്റീവ് ഇൻ ഫോഴ്സ്ഡ് ഓർ ലേബേർഡ് എക്സ്പിരേഷൻ. ഇതെപ്പോഴും ചോദിക്കാറുണ്ട്, ഇപ്പോൾ നമുക്ക് മാറിപ്പോകാറുമുണ്ട്. ഇൻസ്പിരേറ്ററി മസിൽ എന്ന് പറയുമ്പം എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിലും എക്സ്പിരേറ്ററി മസിൽസ് ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസുമാണ്. അത് മറന്നു പോകരുത്. അതുപോലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് PSCയിൽ ചോദിക്കുന്നതാണ്. ദ ചീഫ് മസിൽസ് റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഡയഫ്രമാണ്. അതുപോലെ നോർമൽ എക്സ്പിരേഷൻ ഈസ് എ പാസീവ് പ്രോസസ്സ്. ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽ ആൻഡ് അബ്ഡോമിനൽ മസിൽസ്. അതുപോലെ നെർവ് സപ്ലൈ ടു ഡയഫ്രം ഫ്രെനിക് നെർവാണ്. അത് ഇനർവേറ്റ് ചെയ്തിരിക്കുന്നത് C3, C4, C5. അതുകൊണ്ടാണ് ഈ C3, C4, C5 എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്നാൽ പേഷ്യൻറ്റിന് റെസ്പിറേറ്ററി ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുന്നത്. അതും ഒരു PSC ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുള്ളതാണ്. അതുപോലെ അക്സസറി മസിൽസ് ആക്ട് ഡ്യൂറിങ് ദ ഡീപ്പ് ഓർ ലേബേർഡ് ബ്രീത്തിങ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ ഡയഗ്രാമിൽ കാണിക്കുന്നത് ഇൻസ്പിരേഷൻ ആണ്, ദാറ്റ് ഈസ് ബ്രീത്തിങ് ഇൻ. ബ്രീത്തിങ് ഇന്നിൽ എക്സ്റ്റേണൽ ആൻഡ് ഇൻ്റർകോസ്റ്റൽ മസിൽസ് കൺട്രാക്ട് ചെയ്യുകയും ഡയഫ്രം കൺട്രാക്ട് ചെയ്തിട്ട് മൂവ്സ് ഡൗൺ ചെയ്യുകയും ചെയ്യും. ഈ സമയത്ത് തൊറാസിക് ക്യാവിറ്റി എക്സ്പാൻഡ് ചെയ്ത് എയർ ഫ്ലോ ഇൻ ടു ദ ലങ്സിലോട്ട് പോകുന്നു. അതാണ് ഇൻസ്പിരേഷൻ. അടുത്തത് എക്സ്പിരേഷൻ, ദാറ്റ് ഈസ് ബ്രീത്തിങ് ഔട്ട്. ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് കൺട്രാക്ട് ചെയ്യുകയും ഡയഫ്രം റിലാക്സ് ആൻഡ് മൂവ്സ് അപ്പ് ചെയ്യുകയും ചെയ്യും. ഈ സമയത്ത് തൊറാസിക് ക്യാവിറ്റി ഡിക്രീസ് ചെയ്തിട്ട് എയർ ഫ്ലോ ഔട്ട് ഓഫ് ദ ലങ്സിൽ പോകുന്നു. അതാണ് എക്സ്പിരേഷൻ. പിന്നെ ഞാനിവിടെ കുറച്ച് PSC മോഡൽ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. വിച്ച് ഈസ് ദ ചീഫ് മസിൽ ഓഫ് റെസ്പിറേഷൻ ഇൻ ഹ്യൂമൻ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഡയഫ്രം. ദ ഫ്രെനിക് നെർവ് സപ്ലൈ വിച്ച് മസിൽ? ദാറ്റ് ഈസ് ഡയഫ്രം. അത് തിരിച്ചും ചോദിക്കാം. ഡയഫ്രത്തിന് സപ്ലൈ ചെയ്യുന്ന നെർവ് ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഫ്രെനിക് നെർവാണ്. അത് ഇനർവേറ്റ് ചെയ്യുന്നത് C3, C4, C5. ഒരിക്കലും മറക്കരുത്. അതുപോലെ നോർമൽ എക്സ്പിരേഷൻ ഈസ് എ പാസീവ് പ്രോസസ്സാണ്. അതുപോലെ തന്നെ ചോദിക്കാം നോർമൽ ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത് ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ്സ്. അതുപോലെ വിച്ച് മസിൽസ് ആർ മെയിൻലി ഇൻവോൾവ് ഇൻ ദ ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ? ഞാൻ ഒരുപാട് തവണ പറഞ്ഞു, മറക്കരുത്. ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽ ആൻഡ് അബ്ഡോമിനൽ മസിൽസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.